നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മൾ കാർട്ടൂണുകളിൽ ഒരുപാട് വീടുകൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ വീട് കണ്ടാൽ തന്നെ ഏത് കാർട്ടൂൺ ക്യാരക്ടറിന്റെയാണെന്ന് നമുക്ക് തിരിച്ചറിയാനാവും. എന്നാൽ നമുക്കറിയാത്ത മറ്റൊരു കാര്യമുണ്ട്. ഇത്തരത്തിലുള്ള പല വീടുകളും റിയൽ ലൈഫിലും നിങ്ങൾക്ക് നേരിട്ട് പോയി കാണാൻ കഴിയും. ലിസ്റ്റിലായത് മിസ്റ്റർ ബീന്റെ വീടാണ്. മിസസ് വിക്കറ്റ് എന്ന ക്യാരക്ടറിന്റെ അപ്പാർട്ട്മെന്റിലാണ് മിസ്റ്റർ ബീൻ താമസിക്കുന്നത്. മിസ്റ്റർ ബീന്റെ വീടടക്കം എല്ലാം തന്നെ ലൈവ് ആക്ഷൻ സീരീസിൽ നിന്ന് അതേപടി കാർട്ടൂൺ ആക്കിയതാണ്. ഈ ഒരു വീട് റിയൽ ലൈഫിലുമുണ്ട്. ലണ്ടനിൽ പോയാൽ ഈ ഒരു വീടടക്കം മിസ്റ്റർ ബീൻ സീരീസിലെ പല ഷൂട്ടിംഗ് ലൊക്കേഷനും നിങ്ങൾക്ക് കാണാൻ കഴിയും. അടുത്ത വീടാണ് മിക്കി മൗസിന്റെ വീട്. ഇതും റിയൽ ലൈഫിലുണ്ട്. അമേരിക്കയിലെ ഡിസ്നി ലാൻഡിൽ പോയാൽ നിങ്ങൾക്ക് മിക്കി മൗസിന്റെ വീട് കാണും. മിക്കി മൗസിന്റെ മാത്രമല്ല, ഡിസ്നിയുടെ ഒട്ടുമിക്ക ക്യാരക്ടേഴ്സിന്റെയും ഷോസ്, പാർക്ക്, കോസ്റ്റ്യൂം തുടങ്ങി പല സംഭവങ്ങളും കാണും. അടുത്തത് സിംസന്റെ വീടാണ്. ഈ ഒരു വീടും അമേരിക്കയിലാണുള്ളത്. ഒരു ഡൈഹാർഡ് സിംസൺ ഫാൻ സിംസൺ കാർട്ടൂണിന്റെ 100-ൽ കൂടുതൽ എപ്പിസോഡ് കണ്ടാണ് ഈ ഒരു വീട് ഉണ്ടാക്കിയത്. അതും വെറും 49 ദിവസം കൊണ്ട് 2011 ഈ ഒരു വീട് ഒരു വലിയ എമൗണ്ടിനെ വിറ്റുപോയി. നിങ്ങൾ വിചാരിക്കും ഇവനൊക്കെ വല്ല ഭ്രാന്താണ് കാർട്ടൂൺ കണ്ട് വീടുണ്ടാക്കാനെന്ന്. എന്നാൽ നമ്മൾ അറിയേണ്ട കാര്യം ഇതും ഒരു ബിസിനസ്സാണ്. പല ആളുകളും ഇങ്ങനെയുള്ള വീട് ടിക്കറ്റ് എടുത്ത് കാണാം എന്ന രീതിയിൽ ടിക്കറ്റ് വിറ്റ് ബിസിനസ് ആക്കുന്നുണ്ട്. അടുത്ത വീട് ഫ്ലിൻസ്റ്റോൺ കാർട്ടൂണിന്റെയാണ്. ഫ്ലിൻസ്റ്റോൺ പണ്ട് CNN വന്നിരുന്ന കാർട്ടൂണാണ്. ഈ ഒരു ആദിമ വീട് വരെ അമേരിക്കയിൽ പണിതിട്ടുണ്ട്. പക്ഷേ ടിക്കറ്റിനല്ല, ഒരുത്തിന് താമസിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീട് പണിതത്. ഈ ഒരു വീടിന് 3 ബെഡ്റൂം 3 ബാത്റൂമും ഉണ്ട്. ഇവനൊരു പക്ഷേ ഭ്രാന്തുണ്ടാവുക. അടുത്തത് ബാർബിയുടെ ഹൗസാണ്. ഈ ഒരു വീട് ഫ്ലോറിഡയിലുണ്ട്. വെറും പ്ലാസ്റ്റിക് കൊണ്ടാണ് ഈ ഒരു വീട് ഉണ്ടാക്കിയത്. ഓരോ ദിവസവും ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ ഒരു വീട് കാണാൻ വരുന്നു. ബാർബി എന്നത് പണ്ട് മുതലേ വലിയൊരു മാർക്കറ്റുള്ള വേൾഡ് ഫേമസ് ഡോളാണ്. ഇന്ന് ബാർബിക്ക് കാർട്ടൂൺസ് ഉണ്ട്, ലൈവ് ആക്ഷൻ സിനിമകൾ വരെയുണ്ട്. അടുത്തത് മിനി മൗസിന്റെ വീടാണ്. നമ്മൾ നേരത്തെ ഡിസ്നി ലാൻഡിൽ മിക്കി മൗസിന്റെ വീട് കണ്ടു. ഇത് മിനി മൗസിന്റെ വീട്. പക്ഷെ ഇത് ഡിസ്നി ലാൻഡിലല്ല, അമേരിക്കയിൽ തന്നെ മറ്റൊരു സ്ഥലത്താണ്. ഒരു ചെറിയ കുട്ടിക്ക് വേണ്ടി പേരൻസ് ആയിരുന്നു ഇങ്ങനെ ഒരു വീട് പണിതത്. അടുത്തത് ഹലോ കിറ്റിയുടെ ഹൗസാണ്. ഹലോ കിറ്റി ഇന്ത്യയിലധികം ഫേമസ് അല്ലെങ്കിലും ജപ്പാനിൽ വളരെ ഫേമസ് ആണ്. വളരെ വലിയൊരു ഫാൻ ബേസ് ഉണ്ട്. പക്ഷേ ജപ്പാനിലാണ്. ഈ ഒരു വീടും ജപ്പാനിലും ഉണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകളാണ് ഈ ഒരു വീട് കാണാൻ ഓരോ ദിവസവും വരുന്നത്. അടുത്തത് സ്പോഞ്ച് ബോബിന്റെ വീടാണ്. ഈ ഒരു വീട് ഓസ്ട്രേലിയയിലാണ്. സ്പോഞ്ച് ബോബിൽ നിന്ന് ഇൻസ്പയർ ആയി ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു വീട്ടിലുണ്ട്. അടുത്തത് ഓഗിയുടെ വീടാണ്. പുറമേ നിന്ന് നോക്കിയാൽ ചെറിയൊരു വീടാണെങ്കിലും അകത്ത് കയറിയാൽ മിനിമം 2 ഏക്കർ സ്ഥലമുണ്ട്. അമേരിക്കയിൽ ഒരാൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. വീട് പണിതിട്ടില്ലെങ്കിലും 3D വിഷ്വലൈസേഷൻ പൂർത്തിയായി. അദ്ദേഹത്തിന്റെ 3D പ്ലാനിങ് നമുക്ക് നോക്കാം. Boom, ch, boom, 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 boom,